ബി ഏബിൾ ടു എന്നുള്ളൊരു ഫ്രേസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബി ഏബിൾ ടു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം കഴിയുമെന്ന് പറയുന്നതിന്റെ കേപ്പബിലിറ്റിനെ പറ്റി പറയുന്ന സമയത്ത് ബി ഏബിൾ ടു എന്ന് പറയാം അല്ലെ. അപ്പം എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയും, ഇത് എങ്ങനെ ഈ ഫ്രേസ് വെച്ചിട്ട് പറയാം? ഐ ആം ഏബിൾ ടു കം ദേർ. അല്ല, കഴിയും ഫ്യൂച്ചർ ആണെങ്കിൽ എക്സാമ്പിൾ ഐ വിൽ ബി ഏബിൾ ടു ഡു കം ദേർ. ഞാൻ എന്തോ കഴിഞ്ഞ ടോപ്പിക്കിന്റെ ഡു ഒക്കെ ഇവിടെ കൊണ്ടുവന്ന്. ഓക്കെ, ഐ വിൽ ബി ഏബിൾ ടു കം ദേർ. ഐ വിൽ ബി ഏബിൾ ടു കം. ഓക്കെ, സോ അവള് ഇവിടെ എത്താൻ കഴിയും, അവൾക്ക് ഇവിടെ എത്താൻ കഴിയും എങ്ങനെയാ പറയാ? She is able to reach here. കഴിയും ഫ്യൂച്ചർ She will be able to. she will be able to reach here. എത്താൻ കഴിയുന്നുള്ളതിന് she will be able to reach here. കിളി പോയിരിക്കുകയാണ്. പാതിരാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ ഞാനാണ് അപ്പപ്പാണ് ടോപ്പിക് എന്റെ തലയിൽ ഓരോന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറ്റ്സ് നത്തിങ് പ്രിപ്പയർഡ്. ഓക്കെ, സോ വിൽ ബി ഏബിൾ ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവാണ്. അവൾക്കത് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് എങ്ങനെയാ പറയാ? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. She wasn't able to. Okay, will be able to and wasn't able to. She wasn't able to reach here. അവൾക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് കോമെന്റ് ആണ്.